സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ആ വാർത്തയിലേക്ക് പോയാൽ 14-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതായത് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. എന്തായാലും സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ പ്രതിപക്ഷ സംഘടനകളിൽ നിന്ന് സമരവേദിയിലേക്ക് എത്തിയേക്കും എന്നൊരു സൂചന കൂടിയുണ്ട്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ലാത്തത് അത് ആശങ്കയിലാക്കുന്നുണ്ട് ആശാ വർക്കേഴ്സിനെ. AV ജയശങ്കർ ഒരിക്കൽ കൂടി ചേരുന്നു. അപ്പോൾ ഇന്നലെ ആ സമരവേദിയിലേക്ക് പോയതാണ്. കുറേ സമയം അവരുമായി സംസാരിച്ചതും ഒക്കെയുമാണ്. അപ്പം സമരവീര്യത്തിന് ഒട്ടും കുറവില്ല, പക്ഷേ സർക്കാർ ഒരു കണക്കിന് അനങ്ങുന്നില്ല, അതേസമയം പിന്നോട്ടില്ല എന്ന് സമരക്കാരും പറയുന്നുണ്ട്. എന്താണ് സമരത്തിന്റെ ഇന്നത്തെ ഒരു രീതി? കൂടുതൽ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരുന്നത് അവർക്ക് ആശ നൽകുന്നുണ്ടല്ലോ ആശാ വർക്കേഴ്സിന്. പ്രജിൻ ക്രിസ്റ്റീൻ, എന്തായാലും ആശാവർക്കർമാരുടെ സമരം 14-ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും സർക്കാർ മൗനം തുടരുകയാണ്. ഇതിനിടയ്ക്ക് സർക്കാർ ആശാവർക്കർമാരെ അനുനയിപ്പിക്കാൻ ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചെങ്കിൽ കൂടി അവർ അക്കാര്യങ്ങളിൽ തൃപ്തരല്ല. കാരണം ഈ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ അല്ലെങ്കിൽ അവരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ വീണ്ടും ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ തീരുമാനമില്ലാതെ തങ്ങൾ വിട്ടുപോകില്ലെന്നൊരു നിലപാടിലാണ് അവരുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ സംഘടനകൾ വലിയ തോതിൽ പിന്തുണ ഈ സമരത്തിന് നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സമരപ്പന്തലിലെത്തി. ഒപ്പം തന്നെ കെ സുധാകരൻ എത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ ഈ സമരത്തിന് ഒരു പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെ വേണ്ടി വന്നാൽ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഈ സമരം ഏറ്റെടുക്കുമെന്ന വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഒരു നീക്കം കൂടി ഇക്കാര്യത്തിൽ എന്തായാലും നിർണായകമാണ്. കാരണം ഈ സമരം പ്രതിപക്ഷ സംഘടനകൾ ഏറ്റെടുക്കുന്നു. ഈ ആശാവർക്കർമാർ എന്നത് പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനമുള്ളവരാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും സർക്കാരിന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്ന വിഷയം എന്തായാലും പാർട്ടി പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് ആരോഗ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല. ഡൽഹിയിൽ പോയി സമരം കേന്ദ്രത്തിനെതിരെ ചെയ്യണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ ഒരു നിലപാട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ആശാവർക്കർമാർ ആശയില്ലാതെ സെക്രട്ടേറിയറ്റ് മുന്നിൽ 14 ദിവസമായി തുടരുകയാണ്. നമ്മൾ നിരന്തരം ഈ വാർത്ത നൽകുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ.